ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് വീണ്ടും SITയുടെ പരിശോധന. ശ്രീകോവിലിന് ചുറ്റുമുള്ള തൂണുകളിലെ പാളികളിലും ദ്വാരപാലക ശില്പപാളികളും ഇളക്കിയെടുത്തു. കേസിൽ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയ D. സുധീഷ് കുമാറിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു. കുംഭമാസ പൂജകൾക്കായി നട തുറന്നതിന് പിന്നാലെ SP S. ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്തെത്തിയത്. ശ്രീകോവിലിന് പിന്നിലെ തൂണുകളിലെ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണവും അന്വേഷണ സംഘം ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇവ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. 2 ദിവസം കൂടി സന്നിധാനത്ത് പരിശോധന തുടരാനാണ് SITയുടെ തീരുമാനം. ഇതിനുശേഷമാകും അന്വേഷണ സംഘം കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുക. കഴിഞ്ഞ നവംബർ 17-നും ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ പരിശോധിച്ചിരുന്നു. അന്നത്തെ പരിശോധനാ ഫലം തൃപ്തികരമല്ലാതെ വന്നതോടെയാണ് വീണ്ടും പരിശോധന നടത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയ D. സുധീഷ് കുമാറിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ്. ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ D. സുധീഷ് കുമാറിന് സ്വർണ്ണക്കൊള്ളയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ED പരിശോധിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന N. വാസുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായും സുധീഷ് കുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനിടെ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. കട്ടിളപ്പാളി കേസിലാണ് ജാമ്യം. കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. മീഡിയ 1 പത്തനംതിട്ട.